ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ഒട്ടനവധി സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. 4K റീമാസ്റ്റർ പതിപ്പായി കഴിഞ്ഞ ഫെബ്രുവരി 7 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. MDയുടെ തിരക്കഥയിൽ മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ സിനിമ 1989 ഏപ്രിൽ 14 തിയേറ്ററിലെത്തി വൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമ കൂടിയാണ്. മമ്മൂട്ടിക്കൊപ്പം സുരേഷ് ഗോപി, മാധവി, ക്യാപ്റ്റൻ രാജു, ബാലൻ കെ നായർ, ഗീത എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരനാണ് നിർമ്മിച്ചിരുന്നത്. ഒട്ടനവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയപ്പോൾ മികച്ച പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ സിനിമ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് 41 ലക്ഷം രൂപയാണ്. 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 60 ലക്ഷത്തിന് മുകളിലുമാണ്. തലാജിത്ത് നായകനായ മകിഴ് തിരുമേനി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് വിടാമുയർച്ചി. മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഈ സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 2,07 ലക്ഷം രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 62 കോടി രൂപയും കർണാടക കളക്ഷനായി 7,50 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 1,80 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 80 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ 4 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ 35,90 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് 110,70 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. രാജേശ്വർ കാളിസ്വാമി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ജനുവരി 24 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കുടുംബസ്ഥൻ. മണികണ്ഠൻ, സാങ്വേ മേഘന, നിവേദിത രാജപ്പൻ, ഗുരു സോമസുന്ദരം എന്നിങ്ങനെയാണ് താരനിര. ഈ ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ 14 ദിവസം കൊണ്ട് ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി കളക്ട് ചെയ്തത് 21 കോടി രൂപയായിരുന്നു. 15-ാം ദിവസമായ വെള്ളിയാഴ്ച 20,20,000 രൂപയും 16-ാം ദിവസമായ ശനിയാഴ്ച 42,50,000 രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ 17-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച തമിഴ്നാട് കളക്ഷനായി കളക്ട് ചെയ്തത് 52,50,000 രൂപയായിരുന്നു. ടോട്ടൽ 21,15 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ. ബേസിൽ ജോസഫ് നായകനായി ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പൊന്മാൻ. വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വിനായക അജിത്ത് നിർമ്മിച്ച ഈ സിനിമയിൽ സജിൻ ഗോപു, ലിജോ മോൾ ജോസ്, ആനന്ദ് മന്മഥൻ, ദീപക് പ്രഭോൾ എന്നിങ്ങനെയാണ് മറ്റ് അഭിനയനിര. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള കളക്ഷനായി ആദ്യ 11 ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് 8,32 ലക്ഷം രൂപയാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 10.5 കോടി റേഞ്ചിലുമാണ്. വിനീത് ശ്രീനിവാസൻ നായകനായി M. മോഹനൻ സംവിധാനം ചെയ്ത് ജനുവരി 31 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഒരു ജാതി ജാതകം. ചിത്രത്തിൽ നിഖില വിമൽ, ബാബു ആന്റണി, കയ്യാടി ലോഹർ, ഇഷ തൽവാർ, പൂജ മോഹൻരാജ്, സയനോര ഫിലിപ്പ്, മൃദുൾ നായർ, PP കുഞ്ഞികൃഷ്ണൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമയുടെയും ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 10 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം 6,08 ലക്ഷം രൂപയാണ് ഈ സിനിമ 10 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,50 ലക്ഷം റേഞ്ചിലുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് ജനുവരി 23 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പൾസ്. മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, വിജയ് വെങ്കടേഷ്, സിദ്ദീഖ്, വിനീത്, വിജയ് ബാബു എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 18 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 9,53 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 20 കോടിയോളം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ജോജു ജോർജ് നായകനായി നവാഗതനായ ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് നാരായണീന്റെ മൂന്നാൻ മക്കൾ. സുരാജ് വെഞ്ഞാറമൂട്, അലൻ സിയർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമ നിർമ്മിച്ച സംവിധായകനായ ജോബി ജോർജാണ് ഈ സിനിമയും നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 72 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 1 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജനുവരി 16 തിയേറ്ററിലെത്തി ആവറേജ് ഡീസന്റ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രാവൻകൂട് ഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ, ശിവജിത്ത്, ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. സംവിധായകനായ അൻവർ റഷീദ് നിർമ്മിച്ച ഈ സിനിമയുടെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കേരള കളക്ഷനായി 5,35 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 75 ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 6,10 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത്. ഓവർസീസ് കളക്ഷനായി ഈ സിനിമ കളക്ട് ചെയ്തത് 3,40 ലക്ഷം രൂപയുമാണ്. ടോട്ടൽ 9,50 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത്. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടരും. നേരത്തെ ജനുവരി 30 ഈ സിനിമയുടെ റിലീസിംഗ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ പുതിയ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് 15 ഈ സിനിമ തിയേറ്ററിലെത്തുന്നതാണ്. ചിത്രത്തിൽ ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, നന്ദു, ഇർഷാദ് അലി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ. നിലവിൽ ഈ സിനിമ മികച്ച പ്രീ റിലീസ് ബിസിനസ് നേടിയെടുത്തിരിക്കുകയാണ്. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ ഇതിന്റെ OTT അവകാശവും ഏഷ്യാനെറ്റ് ഇതിന്റെ സാറ്റലൈറ്റ് അവകാശവും സ്വന്തമാക്കിയിട്ടുണ്ട്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 20 കോടി രൂപയാണ് ഈ സിനിമ ബിസിനസ്സിലൂടെ നേടിയെടുത്തിരിക്കുന്നത്.
ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.